ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ജനങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന പാതയാണ് തകർന്നത്. റോഡ് നിർമ്മാണത്തിൽ വിദഗ്ധരെന്ന് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ടോ എന്ന് ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി ചോദിച്ചു. തകർന്ന പാതകളിൽ മാറ്റം വരുത്തുമെന്നും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചുവെന്നും ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, രൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ വിദഗ്ധരാണെന്ന് ആത്മവിശ്വാസമുണ്ടോ എന്ന ചോദ്യം വരെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന കുറ്റസമ്മതമാണോ മറുഭാഗത്തുനിന്നുണ്ടാകുന്നത്? എന്താണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് കോടതിയിൽ? അനുജ, തെറ്റുപറ്റി എന്ന് NHI സമ്മതിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കോടതിയിൽ കണ്ടത്. ഇടക്കാല, അതായത് 16-ാം തീയതി ഈ മലപ്പുറത്തെ അപകടവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടന്ന 2-ാം ദിവസം തന്നെ ഹൈക്കോടതി റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ ഇന്ന് ആദ്യഘട്ടത്തിൽ തന്നെ NHI കോടതിയെ അറിയിച്ചത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാം പുറത്താണ്, ഈ സംഭവ സ്ഥലങ്ങളിലാണ്. അവർ തിരിച്ചെത്തിയ ശേഷം ഇത്തരത്തിലൊരു വിശദമായ റിപ്പോർട്ട് നൽകാം, അതിന് 10 ദിവസത്തെ അവകാശം വേണം എന്നാണ് NHI പറഞ്ഞത്. അതിനിടയിലാണ് ഹൈക്കോടതി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. നടന്ന കാര്യങ്ങളിൽ കേരളത്തിന് ഒരു തരത്തിലുള്ള സന്തോഷവുമില്ല. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. കാരണം ജനങ്ങൾ ഒരുപാട് ദുരിതപ്പെട്ടതാണ് ഈ ഒരു പാതയ്ക്ക് വേണ്ടി. അവരുടെ സമയമടക്കം നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഒരു പാത പണിത് ഇത് പൊളിഞ്ഞു പോകുന്നതിന്റെ ആശങ്ക ജനങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകാനാകുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ഘട്ടത്തിലാണ് NHI വളരെ വിശദമായ ഒരു മറുപടിയും അതോടൊപ്പം കുറ്റസമ്മതവും നടത്തിയിട്ടുള്ളത്. തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയപാതകളിൽ ഘടനാപരമായ മാറ്റം വരുത്തുമെന്ന് NHI ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു പക്ഷേ ഇനി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഈ മലപ്പുറത്തെ തകർച്ചയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ മാറ്റം വരുത്തുന്നെങ്കിൽ ഇപ്പോഴുള്ള ഘടനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. അതിനെല്ലാമുള്ള മറുപടി 10 ദിവസത്തിനകം തന്നെ NHI നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും വിശദമായ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ സമർപ്പിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ കടുത്ത വിമർശനം ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, റോഡിലെ മഴക്കാലത്തെ റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ടും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉയർത്തുന്നുണ്ട്. കൊച്ചിയിലെ റോഡുകളിൽ ഊന്നിയാണെങ്കിൽ പോലും അത് സംസ്ഥാന വ്യാപകമായ ഒരു വിമർശനമായി എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കൊച്ചിയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. കാനയിൽ ഇതാണ്, അതായത് വളരെ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: കാനയിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ 10 ലക്ഷം എടുത്ത് കൊടുക്കുമായിരിക്കും എന്നൊരു പരിഹാസ രൂപേണയാണ് ഈ റോഡിലെ കുഴികളുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശനം ഉന്നയിച്ചു. അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ ആയിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയോടും അദ്ദേഹം നടത്തിയത്. അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. ഞങ്ങളാണ് റോഡ് നിർമ്മാണത്തിലെ വിദഗ്ധരെന്ന് നേരത്തെ ദേശീയപാത അതോറിറ്റി പറഞ്ഞിരുന്നു. ഈ മലപ്പുറത്തെ അപകടത്തിന് ശേഷവും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ടോ എന്ന് കോടതിയോട് കോടതി ചോദിച്ചു. ഒപ്പം തന്നെ ഇതിനൊരു മറുപടിയായി ആകെ NHIയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തി മാറ്റി എന്നുള്ളത് ഒരു മറുപടി മാത്രമാണ് NHIക്ക് നൽകാനായത്. അതിൽ കൂടുതൽ വിശദാംശങ്ങളോ അല്ലെങ്കിൽ ഒരു സമഗ്ര റിപ്പോർട്ടോ നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇടക്കാല റിപ്പോർട്ട് അടിയന്തരമായി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത വ്യാഴാഴ്ച ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. തെറ്റ് പറ്റിയെന്ന കുറ്റസമ്മതം NHIയും നടത്തിയിരിക്കുന്നു. തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദേശീയപാത നിർമ്മാണത്തിൽ. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും ദേശീയപാതകളിൽ ഘടനാപരമായ മാറ്റം വരുത്താൻ NHI ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും ആ ഘടനാപരമായ മാറ്റം എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലടക്കം ഇനി ഉണ്ടാകാൻ പോകുക. അനുജ, ഇതിലിപ്പോൾ എന്താണ് കോടതി ഈ വാദം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണോ? അനുജ, വാദം അവസാനിച്ചിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ചത്തേക്കാണ് ഇനി കേസ് പരിഗണിക്കുക. ഇത് കോടതി സ്വമേധയാ എടുത്തൊരു കേസല്ല. കേരളത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് അടിക്കടി ഹൈക്കോടതി ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. കൃത്യമായ ഇടപെടലുകളും കോടതിയുടെ ഭാഗത്തുണ്ട്. അങ്ങനെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കഴിഞ്ഞ ദിവസം ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര റിപ്പോർട്ട് നൽകാനായിട്ട് ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞത്. ഇന്നാണ് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ അവർക്ക് തീയതി നൽകിയത്. പക്ഷേ ഇന്ന് അവരുടെ പ്രതിനിധികൾ, അഭിഭാഷകർ ഹാജരാകുകയും അവർ വ്യക്തമാക്കുകയും ചെയ്തത് നിലവിൽ ഞങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും സംഭവ സ്ഥലത്താണ്, അതുകൊണ്ട് ഒരു സമഗ്ര റിപ്പോർട്ട് നൽകാൻ ആയിട്ടില്ല. ഞങ്ങളുടെ പക്കലുള്ളത്, ഒരു മറുപടി എന്ന നിലയിൽ ഞങ്ങളുടെ പക്കലുള്ളത്, ഈ കരാർ കമ്പനിയെ കേന്ദ്ര സർക്കാർ കരിമ്പട്ടിയിൽ പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ ഘട്ടത്തിൽ പറയാനുള്ള വിവരങ്ങൾ ഞങ്ങളുടെ പക്കലില്ല. സമഗ്രമായ റിപ്പോർട്ടിന് കുറച്ചുകൂടി സാവകാശം വേണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് കോടതി പറഞ്ഞത് 10 ദിവസത്തിനകം ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്. അടുത്ത വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ
ഒരുപക്ഷെ റിപ്പോർട്ട് കൂടി കോടതിയിൽ എത്തും. ഇതിനിടയിലാണ് ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളാണ് റോഡ് നിർമ്മാണത്തിലെ വിദഗ്ധരെന്ന് നേരത്തെ ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി കോടതിയെ ധരിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഇപ്പോഴും ആത്മവിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഈ തുറവൂർ ആകാശപാതയുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതി നേരത്തെ അതിരൂക്ഷ വിമർശനം ദേശീയപാത അതോറിറ്റിക്കെതിരെ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച കൂടിയാണ് ഇപ്പോഴത്തെ ഈ സംഭവം. ഇത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ജനങ്ങൾ ഒരുപാട് സമയം ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കളഞ്ഞതാണ്. റോഡിൽ ഈ തിക്കും തിരക്കും ബ്ലോക്കും ഒക്കെയായി നിർമ്മാണത്തിന് വേണ്ടി. പക്ഷേ ഇപ്പോഴും ആ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഗുരുതരമായ ഒരു സ്വഭാവങ്ങളിലേക്ക് പോകുന്നൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. ഇനി ഘടനാപരമായ മാറ്റം അതെന്താണെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് മറുപടി NHA അടുത്ത ദിവസം തന്നെ നൽകും. അനുജ, അതാണ് ഇന്നിപ്പോൾ രൂക്ഷ വിമർശനം ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ വിദഗ്ധരാണ് എന്ന് കരുതുന്നുണ്ടോ റോഡ് നിർമ്മാണത്തിലെന്ന് ചോദ്യം ചോദിക്കുന്നു. തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നത് സമ്മതമായി തന്നെ പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ കമ്പനികൾക്കെതിരെ എടുത്ത നടപടി എന്ത് എന്നത് NHA ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ഇത് വീണ്ടും കോടതി പരിഗണിക്കുമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നതുകൊണ്ട് ഇരിക്കുന്നത്.